അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ഇലക്ട്രിക് ഹെവി വെയ്റ്റ് ടോർപിഡോയായ തക്ഷക് പരീക്ഷണ ഘട്ടങ്ങളിലേക്ക്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയിൽ നിർണായക പങ്കുവഹിക്കാൻ പോന്ന തക്ഷക് എന്ന തദ്ദേശീയ ഹെവി വെയ്റ്റ് ടോർപിഡോ പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ്. സമുദ്രത്തിനടിയിലെ യുദ്ധ സാഹചര്യങ്ങളിൽ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിടുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇവ കൽവരി ക്ലാസ് സബ്മറൈൻ പോലുള്ള ആധുനിക അന്തർവാഹിനികളിൽ നിന്നും വിന്യസിക്കാനാണ് പദ്ധതിയിടുന്നത്. ഈ വർഷം അവസാനത്തോടെ കൽവാരി ക്ലാസ് അന്തർവാഹിനികളിൽ നിന്നുമാകും ഇതിന്റെ പരീക്ഷണം നടക്കുക. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയ്ക്ക് കീഴിലുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറിയാണ് ഈ ടോർപിഡോ വികസിപ്പിച്ചത്. സമുദ്രമേഖലകളിലെ പ്രധാന ഭീഷണികളായ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും നിഷ്കരുണം തകർക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് ഹെവി വെയ്റ്റ് ടോർപിഡോയാണ് തക്ഷക്. 6.4 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. സിൽവർ ഓക്സൈഡ് ബാറ്ററികളാണ് ഈ സംവിധാനത്തിന് ഊർജം പകരാനായി വിനിയോഗപ്പെടുത്തുന്നത്. റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് അഥവാ RLG അടിസ്ഥാനമാക്കിയ ഇനേർഷ്യൽ നാവിഗേഷൻ സംവിധാനവും GPS ഗൈഡൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ഇന്ത്യ ഇതിനു മുമ്പ് വികസിപ്പിച്ച വരുണാസ്ത്ര ടോർപിഡോ പോലുള്ള ടോർപിഡോകളെക്കാൾ കൂടുതൽ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാൻ തക്ഷകിനാകും. കംപ്രസ് എയർ ഉപയോഗിക്കാതെ ടോർപിഡോകൾ വിക്ഷേപിക്കുന്ന സ്വിം ഔട്ട് സംവിധാനമാണ് തക്ഷകിൽ ഉപയോഗിക്കുന്നത്. ഇവ വിക്ഷേപിക്കുമ്പോൾ ശബ്ദം വളരെ കുറവായിരിക്കും. ഇങ്ങനെ വിക്ഷേപണ സമയത്തുണ്ടാകുന്ന ശബ്ദം കുറയ്ക്കുകയോ പൂർണ്ണമായും ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനാൽ ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളിലോ അന്തർവാഹിനികളിലോ ഉള്ള സോണാർ സംവിധാനങ്ങൾ ഈ അന്തർവാഹിനിയെ തിരിച്ചറിയില്ല. കൽവാരി ക്ലാസ് അന്തർവാഹിനികളിൽ ദീർഘനേരം സമുദ്രത്തിനടിയിൽ തുടരാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സംവിധാനം ഘടിപ്പിക്കാനുള്ള നീക്കങ്ങളും നടന്നു വരികയാണ്. 2024 ഡിസംബറിൽ പ്രതിരോധ മന്ത്രാലയം ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പ് കമ്പനിയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് ഈ സാങ്കേതിക നീക്കം നടത്തുന്നത്. ഇതിലൂടെ കൽവാരി ക്ലാസ് സബ്മറൈനുകളിലെ സെൻസറുകളും ഫയർ കൺട്രോൾ സംവിധാനങ്ങളും ഉപയോഗിച്ച് ടോർപിഡോയെ നേരിട്ട് നിയന്ത്രിക്കാനാകും. തക്ഷക് ടോർപിഡോയുടെ ഗൈഡൻസ് സോഫ്റ്റ്വെയർ കൽവാരി അന്തർവാഹിനികളിലെ സബ്മറൈൻ ടാക്ടിക്കൽ ഇന്റഗ്രേറ്റഡ് കോമ്പാറ്റ് സിസ്റ്റമായ സബ്റ്റിക്സുമായാണ് സംയോജിപ്പിക്കുന്നത്. ഇതിലൂടെ അന്തർവാഹിനിയുടെ സെൻസറുകളും ഫയർ കൺട്രോൾ സംവിധാനങ്ങളും ഉപയോഗിച്ച് ടോർപിഡോയെ തടസ്സമില്ലാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കാനാകും. ഫൈബർ ഒപ്റ്റിക് വയർ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് അന്തർവാഹിനിയുടെ സോണാറിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തത്സമയം ടോർപിഡോയിലേക്ക് കൈമാറുന്നതിനാൽ ആക്രമണം വളരെ കൃത്യതയോടെ നടത്താൻ തക്ഷകിനാകും. തക്ഷകിന്റെ 2 വകഭേദങ്ങളാണ് ഇന്ത്യ സാധ്യമാക്കിയിരിക്കുന്നത്. അന്തർവാഹിനികൾക്കായി ഫൈബർ ഒപ്റ്റിക് ഗൈഡൻസ് പതിപ്പും കപ്പലുകൾക്കായി സ്വയം നിയന്ത്രിത പതിപ്പും. ആദ്യഘട്ടത്തിൽ ഹാർബറിൽ വെച്ച് ഡ്രൈയും വെറ്റുമായ പരീക്ഷണങ്ങളാണ് നടത്തുക. ഇതിലൂടെ അന്തർവാഹിനിയുടെ പുറംഭാഗത്തിനോ സെൻസറുകൾക്കോ കേടുപാടുകൾ ഉണ്ടാകാതെ ടോർപിഡോ സുരക്ഷിതമായി വിക്ഷേപിക്കാനാകുമെന്ന് ഉറപ്പാക്കും. ഈ ഘട്ടം വിജയകരമായി പൂർത്തിയായാൽ 2027 യഥാർത്ഥ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പഴയ കപ്പലുകളിലോ കടലിനടിയിലുള്ള ലക്ഷ്യങ്ങളിലോ പരീക്ഷണം നടത്തും. ഈ പരീക്ഷണങ്ങൾക്ക് ശേഷമാകും തക്ഷക് ഔദ്യോഗികമായി സേനയിൽ ഉൾപ്പെടുത്തുക. വാർത്തയുടെ നിറം തേടി തനി നിറം.